ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവലിന്റെ ക്ലാസ് വണ്ണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ക്ലാസ് വണ്ണ് നിങ്ങൾക്ക് കുറെ അധികം ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ക്ലാസ് വണ്ണ് എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ക്രാഷ് കോഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ലെവലിന്റെ. അപ്പൊ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്താണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനൊരു 50 മാർക്കിന്റെ സ്കോർ കിട്ടുന്ന ടോപ്പിക്കാണ്. പ്ലസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ എന്താണ് ഒരു 60 മാർക്കോളം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ 60 മാർക്കിന്റെ ടോപ്പിക്ക് നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുപോകും. അതാണ് നമ്മുടെ ടാസ്ക്, ആദ്യത്തെ ടാസ്ക്. ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് എന്താണ് മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. പക്ഷെ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മൊത്തം അരിച്ചു പറക്കി അങ്ങ് പഠിച്ചേക്കാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം. ഞാൻ നിങ്ങളുടെ മഹിമ പൗർണമി. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ മലയാളത്തില് ഒരു കാര്യം ആർക്കെങ്കിലും പറഞ്ഞിട്ട് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷിലും അത് തന്നെയാണ് അതിന്റെ യൂസ്. അപ്പൊ നമ്മുടെ ഇതിന്റെ യൂസ് വരുന്ന സെന്റൻസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാന്ന് വെച്ചാൽ അസർട്ടീവ് സെന്റൻസ്. ഏതാണ്? അസർട്ടീവ് സെന്റൻസും ഇംപരേറ്റീവ് സെന്റൻസും. കേട്ടോ, അസർട്ടീവ് സെന്റൻസിലും ഇംപരേറ്റീവ് സെന്റൻസിലാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ട്, അതും പഠിച്ചു വെച്ചേക്കുക. ഇംപരേറ്റീവ് സെന്റൻസിന്റെയും അസർട്ടീവ് സെന്റൻസിന്റെയും കൂടെ ക്വസ്റ്റ്യൻ ടാഗ് വരും. ഒറ്റ ഫോർമാറ്റേ അതിനുള്ളൂ. എന്താണ്? ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ. കേട്ടോ, ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ കുറച്ച് റൂൾസ് പഠിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ്? ഏറ്റവും ബേസിക് ആയിട്ട് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു സെന്റൻസ് കിട്ടുമ്പം ആദ്യം തന്നെ അത് എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക എളുപ്പമാണ്. ഒരു സെന്റൻസിന്റെ കൂടെ നെഗറ്റീവ് വേർഡ്സ്, കേട്ടോ, നെഗറ്റീവ് വേർഡ്സ് വന്നാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, അതുപോലെ എന്താണ് നെവർ. കൂടെ എഴുതിയെടുക്കണം കേട്ടോ, ഇതിന്റെ നോട്ടൊന്നും കിട്ടത്തില്ല. നെയ്തർ, നെയ്തർ നോർ, അതുപോലെ ബെയർലി, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ. ലിറ്റിലും ഫ്യൂ ഒക്കെ എപ്പോഴും PSC ചോദിക്കുന്നത് കേട്ടോ. ലിറ്റില്, ഫ്യൂ, അതുപോലെ എന്താണ് നത്തിങ്, നൺ, നോ വൺ, നോബഡി, നോവെയർ. ഇതേ കണക്കുള്ള വാക്കുകൾ എവിടെയെങ്കിലും സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? ആ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഈ വേർഡ്സ് ഏതെങ്കിലും സെന്റൻസിൽ വന്നാൽ ആ വേർഡ്സ് എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതില്ലാത്ത സെന്റൻസുകൾ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്, ഈ ഒരു നെഗറ്റീവ് സെന്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് നെഗറ്റീവ്, ഏതാണ് പോസിറ്റീവ് സെന്റൻസ് എന്ന് കണ്ടുപിടിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിച്ച സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്നും അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് വേർഡ് ആയിട്ട് ആക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ ഇന്നും ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിച്ച സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ എന്താണ്, നമ്മുടെ ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. എക്സെപ്ഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്താണ്, പ്രോനൗൺസ് ആണോ എന്ന് കൃത്യമായി നോക്കുക കേട്ടോ.
പ്രോനൗൺ അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ പ്രോനൗൺ ആക്കുക. ഇപ്പൊ ഒരാളുടെ പേരാണ്, ഇപ്പൊ രാമെന്നോ സീതയെന്നോ ഒക്കെയാണ് തന്നേക്കുന്നത്. റാം ആണെങ്കിൽ അവിടെ ഹി ആണ് പ്രോനൗൺ വരിക, സീത ആണെങ്കിൽ ഷീ ആണ് വരിക. അത് നമ്മൾ മനസ്സിലാക്കി പ്രോനൗൺ വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. പ്രോനൗൺസ് ആയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗില് നൗണിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹി ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. ഓക്കെ, ഹി ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാം? എങ്ങനെയാണ്? ഒന്നുമില്ല, നമുക്കറിയാം ഈസ് ഓക്സിലറി വെർബ്. നമുക്കറിയാം എന്താണ് നമ്മുടെ ഫോർമാറ്റ്, ഓക്സിലറി വെർബ് പ്ലസ് എന്താണ്, പ്രോനൗൺ അല്ലെ? പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ എന്താണ് ജനറൽ ഫോർമാറ്റ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഓക്സിലറി വെർബ് എന്താണ്, ഈസ് ആണ്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇതിൽ എവിടെയെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഇന്റ് എന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താ എഴുതേണ്ടത്? പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്താ ഇവിടെ കിടക്കുന്നത്? ഹി ആണ്. ഹി ഒരു പ്രോനൗൺ ആണ്. ഒരു സംശയം വേണ്ട, ഈസിന്റെ ഹി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണ്. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന അസർട്ടീവ് സെന്റൻസിൽ വരുന്ന കാര്യം. ഇനി രണ്ടാമത്തത്, വി വോണ്ട്. ഓക്കെ, വി വോണ്ട് ബി ലേറ്റ്. ഇങ്ങനെ ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നമ്മൾ ആദ്യം ഇതിനകത്തുള്ള ആക്സിലറി വെർബിനെ കണ്ടുപിടിക്കണം. വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ നോട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? വില്ലാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വില്ലെടുത്ത് എഴുതാം. ഇനി ക്വസ്റ്റ്യൻസ് ആ തന്നേക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. ഇവിടെ ഇന്റ് തന്നിട്ടില്ലേ? ഇന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്നല്ലേ അർത്ഥം? ഇന്റ് എന്ന് പറഞ്ഞാൽ നോട്ടാണ്. അപ്പൊ എന്താണ്? അവിടെ നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റ് അവിടെ യൂസ് ചെയ്യണ്ട എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്? വില്ല് അതേ കണക്ക് എഴുതിയാൽ വേറെ മാറ്റമൊന്നുമില്ല. ഇനി എന്താണ് നമ്മുടെ പ്രോനൗൺ? പ്രോനൗൺ എന്താണ്? വി ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഉത്തരം? വിൽ വി എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, യു വുഡ് നോട്ട്. ഓക്കെ, യു വുഡിന്റ് ലൈക്ക് ടു ഇൻവൈറ്റ് മൈ ഡാഡ്. ഓക്കെ, ഇങ്ങനെ ഒരു സെന്റൻസ് വന്നിട്ട് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. വുഡിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് നോട്ട്. ഓക്കെ, വുഡ് നോട്ട് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? വുഡ് ആണ്. നമുക്ക് വുഡ് എടുത്ത് എഴുതാം. ഓക്കെ, വുഡ് എടുത്ത് എഴുതി. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അവിടെ മാറ്റം ഒന്നും വരുത്തേണ്ട. ഓക്സിലറി വെർബ് അതേ കണക്ക് എഴുതുക. പിന്നെ പ്രോനൗൺ എഴുതുക. പ്രോനൗൺ എന്താണ്? യു ആണ്. അപ്പൊ എന്താണ് ഉത്തരം? വുഡ് യു ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആണ്. ജനറൽ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഏത് സെന്റൻസ് വന്നാലും, ഏതൊരു അസർട്ടീവ് സെന്റൻസ് വന്നാലും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ എക്സെപ്ഷൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തേത്, ഐ ആം റൈറ്റ്. ഐ ആം റൈറ്റ് എന്ന് പറയുകയാണ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ച് നമ്മൾ എന്ത് എഴുതും? ഐ ആം എന്ന് പറഞ്ഞാൽ ഐ ആം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്സിലറി വെർബ് ആം ആയതുകൊണ്ട് നമ്മൾ ആം എടുത്ത് എഴുതും. സെന്റൻസ് പോസിറ്റീവ് ആണ് അല്ലെ? നോട്ടോ അങ്ങനെയുള്ള നെഗറ്റീവ് സെന്റൻസ് വാക്കുകളൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പൊ ആം ഇന്റ് എന്ന് എഴുതും. അടുത്ത എന്താണ്? പ്രോനൗൺ ഐ ആണ്. പക്ഷെ ഇത് തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റായിട്ടുള്ള രൂപമാണ്. ഒരിക്കലും ആം നോട്ട് എന്ന് എഴുതില്ല. അപ്പൊ എന്താണ് എഴുതേണ്ടത്? ആർ ഇന്റ് ആണ് കേട്ടോ. ആം അല്ല, ആർ ഇന്റ് ഐ എന്നതാണ് ശരിയായിട്ടുള്ള രീതി. അപ്പൊ ഐ ആം എന്ന് എവിടെയെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആർ ഇന്റ് ആയിരിക്കും കേട്ടോ. ഐ ആം ആണെങ്കിൽ ആർ ഇന്റ് ഐ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത രണ്ടാമത്തെ കേസ് ലെറ്റസ് വരുന്ന കേസാണ്. ലെറ്റ്സ്. ഓക്കെ, ലെറ്റസ് ഗോ ഫോർ എ വർക്ക്. ഇതാണ് നമ്മുടെ സെന്റൻസ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ലെറ്റസ് വന്നാൽ നമ്മൾ ഇവിടെ ഓക്സിലറി വെർബിനെ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട.
ലെറ്റസ് എന്ന് എവിടെ കണ്ടാലും ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും കേട്ടോ. ലെറ്റസ് എന്ന് എവിടെ കണ്ടാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഉത്തരം എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സെപ്ഷൻ. ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഓപ്പൺ ദ ഡോർ. ഓക്കെ, ഓപ്പൺ ദ ഡോർ എന്നൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് തന്നേക്കാണ്. ഒരു റിക്വസ്റ്റ് കമാൻഡ് കണക്ക് വരുന്നതാണ് ഇമ്പരേറ്റീവ് സെന്റൻസുകൾ. അപ്പൊ അവിടെ എന്തില്ല? പ്രോനൗൺ തന്നിട്ടില്ല അല്ലെ? പ്രോനൗൺ എവിടെയെങ്കിലും ഉണ്ടോ? ആരെടുത്താ പറയുന്ന? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ യു ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. യു ഓപ്പൺ ദ ഡോർ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഓപ്പൺ ദ ഡോർ എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, ഇങ്ങനെ ഒരു സെന്റൻസ് തരികയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉറപ്പായിട്ടും എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഇവിടെയുള്ള ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കേണ്ട, അവിടുത്തെ പ്രോനൗൺ ഏതാന്ന് കണ്ടുപിടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു സെന്റൻസ് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? വിൽ യു ആയിരിക്കും. ഓക്കെ, ഇതിൽ ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്ത് വരുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തത് എന്താണ്? ഹാഡ് ബെറ്റർ വരുന്ന കേസാണ് കേട്ടോ. ഹാഡ് ബെറ്റർ വരുമ്പം എങ്ങനെയാണ് നമ്മുടെ സെന്റൻസ് മാറുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഹാഡ് ബെറ്റർ ബി കെയർഫുൾ. ഓക്കെ, ദേ ഹാഡ് ബെറ്റർ ബി കെയർഫുൾ. ഇതാണ് സെന്റൻസ്. ഇവിടെ ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഹാഡ് ഇൻഡ് ആയിരിക്കും കേട്ടോ. ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനകത്തുള്ള ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഹാഡ് ഇൻഡ് ആയിരിക്കും. ഹാഡ് ഇൻഡ്. അടുത്ത എന്താണ്? ദേ അതേ കണക്ക് തന്നെ വരും. ദേ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ദേ എന്ന് എവിടെ വന്നാലും ദേ എന്ത് തന്നെയായിരിക്കും? ദേ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹാഡ് ബെറ്റർ വന്നാൽ ഹാഡ് ഇൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് എക്സെപ്ഷണൽ കേസിലുള്ളത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ഹി ഹാർഡ്ലി എവർ സ്പീക്ക്. ഓക്കെ, ഹി ഹാർഡ്ലി എവർ സ്പീക്ക്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരേണ്ടത്? ഇവിടെ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ് ആണ്, നമുക്കറിയാം അല്ലെ? അപ്പൊ ഹി ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഹി വന്നു കഴിഞ്ഞ് ഇവിടെ വേറെ വല്ല ഓക്സിലറി വെർബ് ഉണ്ടോ? ഇവിടെ വേറെ ഓക്സിലറി വെർബ് ഒന്നും നമ്മൾ കണ്ടില്ല. ഓക്കെ, സ്പീക്ക് എന്ന് പറയുന്നൊരു വെർബാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഹി ആയതുകൊണ്ട് ഡസ് ആണ് വരേണ്ടത് കേട്ടോ. ഡു അല്ല. ഡു എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം ആണ്. ഡസ് ആണ് സിംഗുലർ ഫോം ആയിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഡസ് ഹി എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്. അടുത്ത ആറാമത്തെ ചോദ്യം നമ്മുടെ don't smoke in this room. ഓക്കെ, ഇത് എന്ത് സെന്റൻസ് ആണ്? ഇതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ നേരത്തെ ഓപ്പൺ ദ ഡോർ പറഞ്ഞിരുന്നു. ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ്. ഓപ്പൺ ദി ഡോർ വന്നപ്പോൾ നമ്മൾ എന്താണ് കൊടുത്തത്? ഇമ്പരേറ്റീവ് സെന്റൻസ് എവിടെ വന്നാലും വിൽ യു എന്ന് ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞല്ലേ. ഇവിടെ ഡോണ്ട് ആണ്. ഡോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വേർഡ് വന്നു. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും ഇല്ല കേട്ടോ. വിൽ യു എന്ന് തന്നെ കൊടുത്താൽ മതി. ഡോണ്ട് സ്റ്റോപ്പ് സിംഗിങ്, ഡോണ്ട് ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഡോണ്ട് സ്മോക്ക് ഇൻ ദ റൂം. അങ്ങനെയൊക്കെ എന്ത് വന്നാലും അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്ത് തന്നെയായിരിക്കും ഉത്തരം? വിൽ യു എന്ന് തന്നെയായിരിക്കും ഉത്തരം വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദെയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സെന്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോനോൺ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനോണും ദെയർ തന്നെയായിരിക്കും. ഓക്കെ, ദെയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും ദെയർ തന്നെയായിരിക്കും. ദേയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെയായിരിക്കും? പ്രോനൗൺ ദേ തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ വൺ ആണ് തുടങ്ങുന്നെങ്കിൽ, ഒരു സെന്റൻസ് വണ്ണിൽ തുടങ്ങുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രോനൗൺ എന്ത് തന്നെയായിരിക്കും? വൺ തന്നെയായിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ഇറ്റ് വരികയാണെങ്കിൽ ഇറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇറ്റ് വരികയാണെങ്കിൽ ഇറ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരും. ഏഴാമത്തെ ചോദ്യമാണ്,
they arrived. Okay, they arrived on time. They arrived on time, comma dash question mark. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ദേ വന്നാൽ ദേ തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ എൻഡ് നമുക്ക് കിട്ടി. ഇനി ഫ്രണ്ടിൽ പറഞ്ഞ എങ്ങനെയാണ് വരുന്നത് അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് തന്നിട്ടില്ല, ഇവിടെ ഒരു വെർബാണ് തന്നേക്കുന്നത്. അപ്പൊ അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് അറൈവ് അല്ലേ? ഡിഡ് പ്ലസ് അറൈവ് ആണ് അറൈവ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഡിഡ് ആണ് അല്ലേ? ഡിഡ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ എവിടെയും എന്ത് തന്നിട്ടില്ല? നെഗറ്റീവ് വേർഡ്സ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ ഡിഡിന്റെ ദേ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എട്ടാമത്തെ ചോദ്യം they was that was not easy. Okay, that was not easy എന്ന് തന്നേക്കാണ്. ഓക്കെ, that was not easy, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ദാറ്റ് വന്നാൽ നമ്മൾ പറഞ്ഞു ദാറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്താണ്? വാസ് നോട്ട്. അപ്പൊ എന്തായിരിക്കും? ഇത് ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? വാസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു മാറ്റം വരുത്തണ്ട. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആണ്, ഇൻറ്റൊന്നും അവിടെ ചേർക്കണ്ട. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വാസ്. ദാറ്റ് ആണോ? ദാറ്റ് വന്നാൽ ഇറ്റ് ആണ് കേട്ടോ. ദാറ്റ് വന്നാൽ ഇറ്റ് ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് വന്ന നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നു, പറഞ്ഞെങ്കിൽ മാറ്റി പഠിക്കുക. ദാറ്റ് വന്നാൽ നമ്മൾ ഇറ്റ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ദാറ്റ് വന്നാൽ ഇറ്റ് ആണ്. അപ്പൊ എന്താണ്? വാസ് ഇറ്റ് കേട്ടോ. ദാറ്റ് വന്നാൽ ഇറ്റ് ആണ്, ദേർ ആണെങ്കിൽ ദേർ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? വാസ് ഇറ്റ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ഒൻപതാമത്തെ ചോദ്യം there is little sugar. Okay, there is little sugar എന്നതാണ് നമ്മുടെ സെന്റൻസ്. ഇവിടെ എന്താണ്? സെന്റൻസിലെ ഓക്സിലറി വെർബ് ഈസ് ആണ്. ഓക്കെ, ഓക്സിലറി വെർബ് ഈസ് ആണ്. ദെയർ എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ ദെയർ വന്നാൽ ദെയർ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ലിറ്റില് തന്നിട്ടില്ലേ? ലിറ്റിൽ നമ്മൾ പഠിച്ച നമ്മുടെ നോ, നെവർ, നോട്ട് അതിൽ പഠിച്ചിട്ടുള്ള നെഗറ്റീവ് വേർഡിനകത്ത് ഉൾപ്പെട്ട് വരുന്നതല്ലേ ലിറ്റില്. അപ്പൊ ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? ഈസ് ദെയർ എന്ന് എഴുതിയാൽ മതി, വേറൊരു മാറ്റവും ഇല്ല. ഈസ് ദെയർ ആണ് നമ്മുടെ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി ദെയർ ഈസ് എ ലിറ്റിൽ ഷുഗർ എന്ന് വന്നിരുന്നാലോ? ദെയർ ഈസ് എ ലിറ്റിൽ ഷുഗർ ഇങ്ങനെയാണ് തന്നേക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ അതായത് എന്താണ്? അവിടെ നെഗറ്റീവ് അല്ല. എ ലിറ്റിൽ, എ ഫ്യൂ നെഗറ്റീവ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിട്ട് മാറും? ഈസിന്റെ ദെയർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്രേ പഠിക്കുന്നുള്ളൂ, തീർന്നിട്ടില്ല. അടുത്ത പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തന്നെ ആയിരിക്കും, 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കിയും കൂടെ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.